Debate with Dr. Arun Kumar. ജാതി തിരിച്ചുള്ള സെൻസസ് പ്രതിപക്ഷ പാർട്ടികളുടെ അർബൻ നക്സൽ ചിന്തയിൽ നിന്നാണെന്ന നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ് കേന്ദ്ര സർക്കാർ അടുത്ത സെൻസസിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജാതി തിരിച്ചുള്ള വിവരങ്ങളും ശേഖരിക്കും. 9.5 പതിറ്റാണ്ടായി ഇന്ത്യയിൽ ഒരു ജാതി തിരിച്ചുള്ള കനേഷുമാരി നടന്നിട്ട് കാലാകാലങ്ങളിലെ പിന്നാക്ക കമ്മീഷൻ റിപ്പോർട്ടുകൾ അവഗണിച്ച സർക്കാരുകൾക്ക് ഒന്ന് ബോധ്യമാവുകയാണ്. ഇന്ത്യൻ ജനതയുടെ 80% വരുന്ന SC, ST, ന്യൂനപക്ഷ OBC സമൂഹത്തിന്റെ അധികാര നിലകളിലെ പ്രാതിനിധ്യക്കുറവ് ഒരു വലിയ വോട്ട് വിഷയമാണ്. അത് തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചലനം സൃഷ്ടിക്കാൻ, ഒരു തരംഗം സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. ബീഹാറിൽ നിതീഷ് കുമാർ തുടങ്ങി തെലങ്കാനയിലും കർണാടകയിലും നടപ്പാക്കിയ ജാതി സർവേകളിൽ കേന്ദ്രവും നിലപാട് തിരുത്തുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിനും ബീഹാർ തിരഞ്ഞെടുപ്പിനും മധ്യേ ജാതി സർവേ പ്രഖ്യാപിച്ചതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ജാതിയിൽ കണക്ക് കൂട്ടലോ എന്നാണ് ചോദ്യം. അതിഥികളായി CMP പ്രതിനിധി, UDF പ്രതിനിധി CP ജോൺ, SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഇടത് പ്രതിനിധി നിതീഷ് നാരായണൻ, BJP പ്രതിനിധി പ്രിന്റു മഹാദേവ് എന്നിവരാണ്. ആദ്യം പ്രിന്റു മഹാദേവിലേക്ക്. പ്രിന്റു മഹാദേവ്, 2021 ജാതി സെൻസസ് നടപ്പാക്കാൻ ഈ സർക്കാരിന് എന്തെങ്കിലും ആലോചനയുണ്ടോ എന്ന ലോക്സഭയിലെ ചോദ്യത്തിന് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രിയായ നിത്യാനന്ദ് റായ് നൽകിയ മറുപടി ഞാൻ വായിക്കാം. The government of India has decided as a matter of policy not to enumerate caste-wise population other than SCs and STs in census. 2021 ലോക്സഭയിലെ ചോദ്യത്തിന് മറുപടിയായി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറയുന്നു, നയപരമായി സർക്കാരിന് SC, ST ഒഴികെ ബാക്കിയൊരു ജാതിയെയും എന്യൂമറേറ്റ് ചെയ്യാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല. അതിനുശേഷം മറ്റൊരു പ്രസ്താവന കൂടിയുണ്ട്. അത് ഒക്ടോബർ 2023 പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഇത് മഹാഗഠബന്ധൻ്റെ പ്രതിപക്ഷത്തിൻ്റെ രാജ്യത്തെ വിഭജിക്കാനുള്ള തന്ത്രമാണ്. ഇതൊരു അർബൻ നക്സൽ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. എന്താണ് ശ്രീ പ്രിന്റു മഹാദേവ്, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ബീഹാർ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്രകാരം ഒരു അർബൻ നക്സൽ ചിന്തയിൽ നിന്നുയർന്ന 2021 സർക്കാരിൻ്റെ പരിഗണനയിലില്ലാത്ത, നയപരമായ പരിഗണനയില്ലാത്ത വിഷയം പെട്ടെന്നൊരു വിഷയമായി കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടത് എങ്ങനെയാണ്? അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ഒന്ന് ആദ്യമേ പറയട്ടെ, ഇത് സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ഏറ്റവും ധീരമായിട്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. അങ്ങ് തുടക്കത്തിൽ ഉന്നയിച്ചിട്ടുള്ള 2 കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇവിടെ കൃത്യമായി വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അങ്ങ് സൂചിപ്പിച്ചുള്ള അർബൻ നക്സലുകളും ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ജാതി സെൻസസിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ഈ ജാതികളുടെ സാമൂഹിക സമരസത ഉറപ്പുവരുത്തുന്നതിൽ എല്ലാ കാലഘട്ടത്തിലും പരാജയപ്പെട്ട മുന്നണികളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സംവിധാനത്തെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായി ജാതി സെൻസസിന് അപ്പുറത്തേക്ക് ഈ രാജ്യത്തൊരു സാമൂഹിക സമരസതയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിലെ പിന്നോക്ക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. കാരണം ഒരു പിന്നോക്കക്കാരാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വനിതയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 77 മന്ത്രിമാരിൽ 51 പേരും OBC വിഭാഗത്തിൽപ്പെട്ടവരും 5 പേർ SC, ST വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക സമരസത ഒരു ജാതീയ സെൻസസും ഇല്ലാതെ നടപ്പിലാക്കിയിട്ടുള്ള പ്രസ്ഥാനവും മിനിസ്റ്ററിയുമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെത്. പിന്നെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് വിഭാഗീയതയുടെ വിഭജനത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും ഇറങ്ങി തിരിച്ച കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സ്റ്റെൻഡിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇലക്ഷൻ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിക്കാറ്. ഇപ്പോൾ നോക്കൂ, ഈ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നതിനേക്കാൾ മുമ്പ് 10 വർഷം ഭരിച്ചത് മൻമോഹൻ സിംഗ് സർക്കാരാണല്ലോ. എന്തേ ജാതി സെൻസസ് ഇവിടെ നടത്തിയില്ലല്ലോ? അതിനു മുമ്പ് രാജീവ് ഗാന്ധി ഭരിച്ചിട്ടുണ്ടല്ലോ, ഇന്ദിരാഗാന്ധി ഭരിച്ചിട്ടുണ്ടല്ലോ, നെഹ്റുവിന്റെ തുടർച്ചയായ ഭരണം ഉണ്ടായിട്ടുണ്ടല്ലോ, കോൺഗ്രസിന്റെ കൂട്ടുകക്ഷി ഭരണം ഉണ്ടായിട്ടുണ്ടല്ലോ. അന്നൊന്നും നടത്താത്ത ജാതി സെൻസസ് ഒരു പ്രത്യക്ഷമായിട്ട് ഒരു രാഷ്ട്രീയ സ്റ്റെൻഡിന് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ അവസരത്തെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. കാരണം കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണ്
കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. കാരണം ജാതി സെൻസസ് എന്ന് പറയുകയും ജാതീയപരമായ വേർതിരിവും സർവർണ മേധാവിത്വം എല്ലാ കാലഘട്ടത്തിലും കൊണ്ടു നടന്നിരുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള വലിയ അടിക്കാനുള്ള ഒരു ആയുധത്തെ വളരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വളരെയധികം സമാധാനപരമായിട്ടാണ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ നോക്കൂ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ ചില സംസ്ഥാനങ്ങൾ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി വ്യക്തതയില്ലാത്ത ചില ജാതി സെൻസസ് നടത്തുന്നു. ജാതി സെൻസസ് നടത്തേണ്ടത് ഭരണഘടനാ പ്രകാരം ഇന്ത്യ മഹാരാജ്യത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം വളരെ ശാസ്ത്രീയവും കൃത്യവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ നിർവഹിക്കാൻ പോകുന്നത്. അത് കാരണം സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തെ വിഭജനത്തിന്റെ വർഗീയതയുടെ വിഷവിത്തു പാകുന്ന ആളുകളുടെ മുഖത്തേൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഞങ്ങൾ ഈ ജാതി സെൻസസ് കാണുന്നത്. സ്വാഭാവികമായിട്ട് 2023-നും 2025-ലും ഇടയിൽ എന്താണ് ഇങ്ങനൊരു തീരുമാനം മാറ്റാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നാണ് എൻ്റെ ചോദ്യം. ഒന്നുകിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ന്യായമായിരുന്നുവെന്ന് നിങ്ങൾ സമ്മതിക്കണം. പ്രതിപക്ഷത്തിന്റെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളിത് തീരുമാനിച്ചു. താങ്കൾ പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാരുടെ OBC-യുടെ കണക്ക്. ഇതേ രാഹുൽ ഗാന്ധിയല്ലേ 2023-ൽ പറഞ്ഞൊരു കണക്കുണ്ടല്ലോ, നമ്മളുടെ യൂണിയൻ ഗവൺമെന്റിലെ സെക്രട്ടറിമാരിൽ 90 പേരിൽ കേവലം 3 പേർ മാത്രമാണ് OBC കാറ്റഗറിയിൽ എന്നുള്ളത്. ബാക്കിയുള്ള 90 പേരിൽ 87 പേരും ഫോർവേഡ് കാസ്റ്റിൽ നിന്നുള്ളവരാണ്. ഇവിടെ അസമത്വമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നില്ലേ രാഹുൽ ഗാന്ധി എന്ന് പ്രസംഗിച്ചത്? അത് ആ പ്രസംഗം നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ? അപ്പോൾ 2023-ൽ ഇല്ലാത്ത ഒരു നിലപാട് എങ്ങനെയാണ് 2025-ൽ വന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു പ്രിൻഡു, പക്ഷേ ആ തീരുമാനത്തിനൊരു രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങൾക്ക് എന്താണെന്നാണ് എൻ്റെ ചോദ്യം. സംശയം, നിങ്ങൾ ബീഹാർ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ തന്നെ നേതാവ് പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന്റെ നെഞ്ചത്തുള്ള സർജിക്കൽ സ്ട്രൈക്ക്, അതാണ് സംഭവിച്ചത് പ്രിൻഡു. അതൊരു വളരെ പൊളിറ്റിക്കലായ ഒരു തീരുമാനമായിരുന്നു അത്. ഇതിനകത്ത് പൊളിറ്റിക്കൽ തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ സാർ. അങ്ങ് പറഞ്ഞതുപോലെ ഇതിനകത്ത് രാഹുൽ ഗാന്ധിക്ക് ഈ ജാതീയ സംവരണത്തെക്കുറിച്ച് പറയാൻ എന്ത് അർഹതയാണുള്ളത്? അങ്ങ് ഒരു കണക്ക് പഠിക്കണം. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 256ഓളം ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് 191 പേരും അപ്പർ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അതേസമയത്ത് ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് 69 ചീഫ് മിനിസ്റ്റേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് 29 പേരും OBC വിഭാഗത്തിൽപ്പെട്ടവരും 6 പേർ SC/ST വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഈ സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള സമരസത ഉറപ്പുവരുത്തുന്ന പ്രസ്ഥാനം ഏതാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഈ കേരളത്തിൽ തന്നെ അങ്ങ് നോക്കി, കേരളത്തിൽ അങ്ങ് ചീഫ് സെക്രട്ടറിമാരുടെയും സെക്രട്ടേറിയറ്റ് തലത്തിലെ കണക്ക് അങ്ങ് പറയുന്നത് ശരിയാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ആംഗിളിനകത്ത് നോക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരു OBC വിഭാഗത്തിൽപ്പെട്ട MLA ഇല്ല സാർ. ഒരു റിസർവേഷൻ സീറ്റിനപ്പുറത്ത് ഒരു MLA ഇല്ല സാർ. എത്ര MP-മാരുണ്ട്? ഒരു MP മാത്രമാണ് OBC. കേരളത്തിൽ 30% OBC വിഭാഗത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2 MP-മാർ മാത്രമാണുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ സംവിധാനത്തിനകത്ത് ജാതിയെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു വോട്ട് ബാങ്കിനെ സ്പ്ലിറ്റ് ആക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രത്തെ പൊളിക്കുകയാണ് വളരെ നിഷ്പ്രയാസം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിനകത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജാതി സെൻസസിന്റെ ഉദ്ദേശശുദ്ധി നമുക്കറിയാം, അത് ശാസ്ത്രീയമല്ല. അതോടൊപ്പം തന്നെ അതിനകത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലക്ഷ്യമുണ്ട്. ആ പൊളിറ്റിക്കൽ അജണ്ടയാണ് കൃത്യമായിട്ട് BJP-യും നരേന്ദ്രമോദി സർക്കാരും കൃത്യമായിട്ട് ആ പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇവിടെ തകർത്തിട്ടുള്ളത്. അതിന്റെ ഗുണഭോക്താക്കളായിട്ട് ഈ രാജ്യത്തെ നാനാജാതിയിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടും. ചിന്തയിൽ നിന്ന് ഉയർന്നു വന്ന ആശയം എന്ന നിലപാടിനെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും തിരുത്തുന്നു എന്നാണ്. അങ്ങനെയല്ലല്ലോ സാർ. അർബൻ നക്സൽ ചിന്തയിലല്ലോ ഈ ഇവിടുത്തെ ജാതീയപരമായിട്ടുള്ള സാമൂഹിക സമത്വം എല്ലാവർക്കും ഉറപ്പുവരുത്തുക. അങ്ങനെ അർബൻ അങ്ങനെ അർബൻ നക്സൽ ചിന്ത ഈ രാജ്യത്ത് വർഗീയതയുടെ, മതത്തിന്റെ, ജാതിയുടെ, വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കുകയാണ് സാർ അർബൻ നക്സൽ ചിന്ത. അതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് പിന്നോക്ക ജനതയുടെ സാമൂഹിക സാമ്പത്തിക നീതിയുടെ അടിത്തറ വ്യക്തമാക്കാനും ശക്തമാക്കാനും വേണ്ടിയിട്ടാണ് ഈ തീരുമാനമായിട്ട് പോയിട്ടുള്ളത്. കാരണം നമുക്ക് ഓരോ സംസ്ഥാനങ്ങളും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് കൊണ്ടുള്ള സെൻസസുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന ജാതീയത കടന്നു വരുന്നു. ഞാൻ സ്ട്രൈറ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പോൾ ഈ ജാതി സെൻസസ് ഒരു അർബൻ നക്സൽ ചിന്തയല്ല? അല്ലല്ല, ഒരു വർഷം മുമ്പ് അതൊരു അർബൻ നക്സൽ ചിന്തയായിരുന്നു. അല്ല, അതെങ്ങനെയാണ് ജാതി? അങ്ങനെയല്ല. ജാതിയുടെ പേരിനകത്ത് ഈ രാജ്യത്ത് വർണ്ണ വിവേചനം ഉണ്ടാക്കുക അല്ലെങ്കിൽ വർണ്ണപരമായ കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളെയാണ് സാർ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ജാതി സെൻസസിനെതിരാണോ? അല്ല. ഞങ്ങൾ എവിടെയാണ് ഞങ്ങൾ ജാതി സെൻസസ് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു സ്ഥലത്തും ജാതി സെൻസസ് വേണ്ട അർബൻ നക്സൽ വേണ്ട എന്ന നിലപാട്. ഞാൻ പ്രധാനമന്ത്രിയുടെ ഒരു കോട്ട് വായിക്കാം. പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്?
തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി കടന്നാക്രമിക്കുകയായിരുന്നില്ലേ പ്രതിപക്ഷത്തെ? എന്നിട്ടെന്താണ് ആ 4 ജാതി സിദ്ധാന്തവുമായിട്ടല്ലേ രംഗത്ത് വന്നത്? ഇവിടെ 4 ജാതികളേ ഉള്ളൂ. സ്ത്രീകൾ, കൃഷിക്കാർ, ദരിദ്രർ, ഈ 4 വിഭാഗമാണ് ഞങ്ങളുടെ ജാതി. അതുകൊണ്ട് ജാതി തിരിച്ചുള്ള സെൻസസ് എന്ന് പറയുന്നത് രാജ്യത്തെ വിഭജിക്കാനുള്ള സിദ്ധാന്തമാണെന്ന് പറഞ്ഞത് ഇതേ പ്രധാനമന്ത്രിയാണ്. പ്രിൻഡു, അല്ല ജാതി സെൻസസ് എന്ന് പറഞ്ഞിട്ടില്ല സാർ. അതിനകത്ത് അങ്ങ് തെറ്റിദ്ധരിപ്പിക്കല്ലേ. ജാതിയുടെ പേരിനകത്ത് ഈ രാജ്യത്ത് കോൺഗ്രസ് നടത്തുന്ന വിഭജനത്തിന്റെ വിഷം വിത്തിനെയാണ് നരേന്ദ്രമോദി ആ പ്രസംഗത്തിനകത്ത് കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്ത് 4 ജാതി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൽ അവശത അനുഭവിക്കുന്ന, ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട, ഈ രാജ്യത്ത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ടുള്ള 4 വിഭാഗം, ആ വിഭാഗത്തിനകത്ത് എല്ലാവരും ഉണ്ട് സാർ. അതിനെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ജാതി സെൻസസ് വേണ്ട എന്ന് ഒരു സ്ഥലത്തും നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ജാതിയുടെ പേരിൽ, ലോക്സഭയിൽ കൊടുത്ത മറുപടി എന്തിനായിരുന്നു? നയപരമായി ജാതി സെൻസസിന് ഈ സർക്കാർ തയ്യാറല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? അല്ല, നിലവിലെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് സർക്കാരിന്റെ ഒരു പോളിസി എന്ന രീതിയിലാണ് അദ്ദേഹം അത് നയപരമായി പറഞ്ഞത്. അങ്ങ് മനസ്സിലാക്കണം, ഒരു കാര്യം കൂടി സാർ, 2011 ഞാൻ അങ്ങനെയൊക്കെ മടങ്ങി വരാം പ്രിൻഡു. ഞാൻ ഒന്ന് പ്രതിപക്ഷ ഭാഗത്തേക്ക് പോകാം. UDF-ന്റെ പ്രതിനിധി നമുക്കിപ്പം ശ്രീ CP ജോൺ ഉണ്ട്. ശ്രീ CP ജോൺ, ഇതാണ് BJP-യുടെ വാദം. തങ്ങൾ നയപരമായി ഒരു തെറ്റ് തിരുത്തുന്നു എന്ന് അവർ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. എന്നാൽ വിശാലമായ പിന്നാക്ക സമൂഹത്തിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അർബൻ നക്സൽ ചിന്താഗതിയിലില്ലാത്ത ഒരു തീരുമാനം ഇപ്പോൾ സർക്കാർ എടുക്കുന്നു. അതേതെങ്കിലും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടല്ല, അത് രാജ്യത്തെ വിഭജിക്കാനല്ല. പകരം ഇപ്പോൾ തന്നെ വിശദീകരിച്ചതുപോലെ, ധർമ്മേന്ദ്ര പ്രധാൻ വിശദീകരിച്ചതുപോലെ, ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു യൂണിറ്റി ആവശ്യമാവുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു ആവശ്യം സർക്കാർ പരിഗണിച്ചു. ഇതാ വളരെ നിർണായകമായ തീരുമാനം എടുത്തിരിക്കുന്നുവെന്നാണ് പ്രതിപക്ഷവും ഇന്നത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് ആരെന്ന് തിരയേണ്ടതുണ്ടോ CP ജോൺ? ഞാൻ ആദ്യമായിട്ട് ഈ ചർച്ചയെക്കുറിച്ചൊരു കാര്യം പറയുകയാണ്. BJP-യുടെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനി തെറ്റ് തിരുത്തി എന്ന് അദ്ദേഹത്തെ കൊണ്ട് 1 മണിക്കൂർ നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് ദയവായിട്ട് ആ ചോദ്യം ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് സമയം ലാഭിക്കാം. എന്തായാലും ഇവിടെ പ്രശ്നം BJP അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു വലിയ സ്റ്റെപ്പ് ഫോർവേഡ്, ഒരു വലിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ നിശ്ചയമായും എല്ലാ തരത്തിലുള്ള ചുവടുവയ്പ്പുകൾക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നയിച്ച തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെച്ച ജാതി സെൻസസ് എന്ന മുദ്രാവാക്യം BJP-യുടെ ശക്തി കേന്ദ്രങ്ങളെ പിടിച്ചു കുലുക്കി. അതിൽ UP ഉണ്ട്, ബീഹാറുണ്ട്. ബീഹാറിൽ അവർക്കൊരു നല്ല ശക്തി ഉണ്ടായിട്ട് പോലും അതുപോലെ തന്നെ മറ്റു പല സ്റ്റേറ്റുകളുമുണ്ട്, കർണാടകമുണ്ട്. ഇന്ത്യ മുഴുവൻ ജാതി സെൻസസ് എന്ന മുദ്രാവാക്യത്തിലൂടെ കോൺഗ്രസ് ശക്തി പ്രാപിച്ചു. അവരുടെ സീറ്റ് നില ഇരട്ടിയായി. അവർക്ക് 99 സീറ്റുകൾ കിട്ടി. BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു 10 വർഷക്കാലത്തെ ഭരണത്തിന് ശേഷം BJP-ക്ക് സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി മാത്രം ഭരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്നലെ ഇന്നും ഉള്ളൊരു ചർച്ചയല്ല. ഇതിനെ എങ്ങനെ മറികടക്കാം, അതുകൊണ്ട് എങ്ങനെ എതിരാളിയുടെ കാർഡ് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാം എന്ന BJP-യുടെ വളരെ കുശാഗ്ര ബുദ്ധികളുടെ മൂശയിൽ തിരിഞ്ഞ ഒരാശയം തന്നെയാണ് ജാതി സെൻസസ് നമുക്ക് തട്ടിയെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എടുക്കുക എന്നുള്ളത്. തട്ടിയെടുക്കുക എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നോട്ടമാണല്ലോ പ്രധാനം. ഇതിൽ തന്നെ ഇന്ത്യ മുന്നണി പാർലമെന്റിൽ നേടിയ വിജയത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജാതി സെൻസസ് അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി പറഞ്ഞില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. എന്തായാലും BJP ഇന്ന് ജാതി സെൻസസ് എന്ന് പറഞ്ഞതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി ജാതി സെൻസസിനെ സംബന്ധിച്ച 2 വിരുദ്ധാഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല. ഇനിയുള്ള ചർച്ച എങ്ങനെയായിരിക്കണം ഈ സെൻസസ്, എന്തിനാകണം ഈ സെൻസസ്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് രാഷ്ട്രീയ അധികാരം, അതേപോലെ തന്നെ പ്രത്യേകിച്ചും നമ്മുടെ ഭരണ സംവിധാനത്തിൽ വ്യത്യസ്തമായ ഒരു കാലത്ത് അവഗണിക്കപ്പെട്ടിരുന്ന ജാതി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം. വാസ്തവത്തിൽ സംവരണം എന്ന പദത്തേക്കാൾ നല്ല പദം റെപ്രസെൻറ്റേഷൻ എന്ന് ഇന്ന് സംവരണ രംഗത്തുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വിഭാഗങ്ങളുടെയും നല്ല റെപ്രസെൻറ്റേഷൻ,
ഒരു ഫ്രൂട്ട്ഫുൾ റെപ്രസെൻറ്റേഷൻ, ആ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്ന അർത്ഥത്തിൽ ഇന്ന് ജാതി സെൻസസ് ഇന്നൊരു കോൺസെൻസസ് ആയിരിക്കുകയാണ്. അതെല്ലാവരുടെയും ഒരു ഏകാഭിപ്രായം ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 931 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ജാതി സെൻസസിന്റെ പശ്ചാത്തലത്തിൽ സംസാരിച്ചിരുന്ന നമുക്ക് ഇനി പുതിയ സെൻസസിന്റെ ഭാഷയിൽ സംസാരിക്കേണ്ടി വരും. ഇവിടെ ഒരു പുതിയ കാര്യം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ താങ്കൾ പറയാതിരുന്ന ഒരു കാര്യം എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇതിൽ രാഷ്ട്രീയമായ റെപ്രസെൻറ്റേഷനുണ്ട്, ഭരണപരമായ റെപ്രസെൻറ്റേഷനുണ്ട്. അത് ഏറ്റവും അടിസ്ഥാനപരമാണ്. അതിലുപരി നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മുടെ സാമ്പത്തികമായ വികസനം, ആ വികസനം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ സാധിക്കണമെങ്കിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളിലേക്ക് വികസനം എത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് SC/ST എന്ന് പറയുമ്പോൾ കേരളത്തിൽ 12% ഉള്ളൂ. പക്ഷേ അത് ഇന്ത്യയിൽ 16% SCയും 8% STയുമായി 24%. ആ 24% എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ആകെ ജനസംഖ്യയോട് തുലനം ചെയ്യാവുന്ന ഒരു സംഖ്യയാണ്. ശതമാനം ഒന്നാണ്, പക്ഷെ ആ സംഖ്യ, ആളുകൾ എന്ന് പറയുന്ന എണ്ണം, ക്വാണ്ടിറ്റി വളരെ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വലിയ ഒരു ക്വാണ്ടിറ്റി, അത് 140 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ തന്നെ 14 കോടിയായി. അപ്പോൾ 10-20 കോടി ആളുകൾ SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ വാങ്ങൽ ശേഷി, അവരുടെ ഭൂമിയിലുള്ള അവകാശം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ എല്ലാ തരത്തിലുമുള്ള ഡിമാൻഡുകൾ, ആ ഡിമാൻഡുകൾ നിർവഹിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ഇക്കോണമിയും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതേപോലെ തന്നെ അതീവ പിന്നോക്കം നിൽക്കുന്ന OBC വിഭാഗങ്ങൾ, അതിൽ ഹിന്ദു OBC വിഭാഗങ്ങളുണ്ട്, ന്യൂനപക്ഷ OBC വിഭാഗങ്ങളുണ്ട്. അതിൽ ഹിന്ദു OBC വിഭാഗങ്ങളിൽ ചില OBC വിഭാഗങ്ങൾ അവർ SC വിഭാഗത്തിനോട് ത്തിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അവരുടെ ക്രയശേഷി എന്താണ്, അവർക്ക് എത്ര ഭൂമിയുണ്ട്, അവരുടെ ഭൂമിയിലുള്ള ഷെയർ എത്രയാണ്, അർബൻ പ്രോപ്പർട്ടിയിൽ അവർക്ക് എത്ര ഷെയർ ഉണ്ട്, അവരുടെ വരുമാനം എത്രയാണ്, ആളോഹരി വരുമാനം എത്രയാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ ഇക്കണോമിക് സർവേ കൂടിയാണ് ശരിയായ സെൻസസിനോടൊപ്പം ഈ ജാതി സെൻസസ് നടന്നാലുണ്ടാവുക. അതുകൊണ്ട് ഞാനതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യും. പക്ഷേ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഈ 2021 നമ്മളിവിടെ കോവിഡിൻ്റെ പേരിൽ ഇത് മാറ്റിവെച്ചു. നമ്മളിപ്പോൾ 25 മെയ് മാസമായി. എവിടെയാണ് സെൻസസിനെ കുറിച്ചൊരു തീരുമാനം വന്നത്? നിങ്ങൾ ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ സെൻസസിനെ കുറിച്ചുള്ള തീരുമാനം എവിടെ? സെൻസസ് ഓരോ 10 വർഷം കൊണ്ടും നടക്കേണ്ടതായിരുന്നു. ഇപ്പോൾ കോവിഡൊക്കെ പോയി 1-2 കൊല്ലമായി. സെൻസസ് എന്ന കാര്യമേ മിണ്ടുന്നില്ല. അപ്പൊ സെൻസസിനോടൊപ്പം നടത്താം എന്ന് പറഞ്ഞാൽ സെൻസസ് നടത്താൻ തീരുമാനിച്ചോ? അപ്പൊ ഈ ജാതി സെൻസസ് എന്ന മുദ്രാവാക്യത്തിന്റെ പൂർണ്ണമായ അല്ലെങ്കിൽ ഭാഗികമായെങ്കിലുമുള്ള ആ രാഷ്ട്രീയമായ പങ്ക് BJPക്ക് കിട്ടുകയും അത് നടത്താതിരിക്കുകയും ചെയ്യുക എന്ന ആപത്ത് ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ? നമ്മുടെ പാർലമെന്റ് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, സ്ത്രീകളുടെ സംവരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി. അതിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ? അതിനു വേണ്ടിയിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ടോ? അപ്പം ജാതി സെൻസസ് എന്ന പ്രസ്താവനയിലൂടെ കിട്ടേണ്ട രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുകയും അത് നടത്താതിരിക്കുന്നതിലൂടെ അവരുടെ പഴയ ആശയങ്ങൾ തന്നെ നിലനിർത്തുകയും ചെയ്യുക എന്ന ഒരു ഇരട്ടത്താപ്പ് BJPക്കുള്ളതായി ഞാൻ കാണുന്നു. പക്ഷേ നിശ്ചയമായും ഇത് ഇന്ത്യ മുന്നണിയുടെയും രാഹുൽ ഗാന്ധി ഖാർഗെ കൂട്ടുകെട്ടിന്റെയും ഒരു വലിയ വിജയം തന്നെയാണ്. ഇതിനി കേരളത്തിലും ആർക്കും ഇതിനെ അതുകൊണ്ട് ഇരട്ടത്താപ്പാണ് എന്നുള്ളതിന് BJPയുടെ പ്രതികരണം കൂടി വേണം. അതിനൊപ്പം തന്നെ CPM ഈ വിഷയത്തിലുള്ള നിലപാട് കൂടി നമുക്കറിയണം. ഒരു ഇടവേളയ്ക്ക് ജാതിയിൽ കണക്കുകൂട്ടലോ എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം CP ജോൺ UDF പ്രതിനിധി, നിതീഷ് നാരായണൻ SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും CPM പ്രതിനിധിയും, പ്രിന്റു മഹാദേവ് BJP പ്രതിനിധി എന്നിവരാണ് നമുക്കൊപ്പമുള്ളത്. ഞാൻ നിതീഷ് നാരായണിലേക്ക് ഒന്ന് പോകുന്നു. നിതീഷ് നാരായൺ, ജാതി സർവേയുമായി ബന്ധപ്പെട്ട് ബീഹാറാണ് ഒരു വലിയ തുടക്കം കുറിക്കുന്നത് 2023. പിന്നീട് തെലങ്കാനയും കർണാടകയും ജാതി സർവേകൾ നടത്തുന്നു. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉയർന്ന വലിയ പ്രധാനപ്പെട്ട ചോദ്യം, കേരളം ജാതി സർവേക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം എന്താണെന്നറിയാമോ? ജാതി സർവേ നടത്തേണ്ടത് കേരളമല്ല, കേന്ദ്രമാണ്. അതുകൊണ്ട് കേരളം അങ്ങനെ ജാതി സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന സത്യവാങ്മൂലമായി ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ ഒരു ഭാഗത്ത് ജാതി സെൻസസ് വേണം എന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാടിനെ പിന്താങ്ങുകയും എന്നാൽ ബീഹാറിലോ കർണാടകയിലോ തെലങ്കാനയിലോ കോൺഗ്രസും JDUവും ചെയ്തതുപോലെ ഒരു ജാതി സർവേ നടത്താൻ പോലും കേരളത്തിൽ CPM തയ്യാറാവാതിരിക്കുകയും ചെയ്തത് ഒരു ഇരട്ടത്താപ്പല്ലേ? BJPയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് പോലെ. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാടിനെ ഇതിലെന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ CPM സ്വാഗതം ചെയ്യേണ്ടതല്ലേ? CPIM ഇന്ത്യയിൽ ജാതി സെൻസസ് നടത്താനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ജാതി സെൻസസ് നടത്തണം എന്നുള്ള ആവശ്യം ഇതിനു മുമ്പ് തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന CPIMന്റെ പാർട്ടി കോൺഗ്രസ് തന്നെ അത് പ്രത്യേക പ്രമേയമായിട്ട് തന്നെ ജാതി സെൻസസ് നടത്തണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ജാതി സെൻസസ് മാത്രമല്ല, നേരത്തെ സംസാരിക്കുമ്പോൾ CP ജോൺ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ ഇന്ത്യയിൽ സെൻസസ് തന്നെ നടക്കുന്നില്ല. കോവിഡിന്റെ പേര് പറഞ്ഞ് 2011 നടത്തേണ്ടിയിരുന്ന സെൻസസ്, ആ സെൻസസ് ഇപ്പോൾ 4 വർഷത്തോളാണ് നീണ്ടു പോയിരിക്കുന്നത്. ഇനിയും ഈ പ്രോസസ്സ് തുടങ്ങിയാൽ തന്നെ 1 വർഷത്തോളം ഏറ്റവും ചുരുങ്ങിയതെടുക്കും അത് പൂർത്തിയാകാൻ എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പൊ ചോദ്യം എന്തിനാണ് നമ്മൾ ഈ സെൻസസ് നടത്തുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് ജാതി സെൻസസ് നടത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ കാലങ്ങളായിട്ട് തന്നെ ജനാധിപത്യത്തെ കുറിച്ചുള്ള നമ്മുടെ എല്ലാ ചർച്ചകളിലും നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം, ജനാധിപത്യം എന്ന് പറയുന്നത് കേവലം തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ പാർലമെന്റ് സംവിധാനമൊന്നും മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിലെ ജനങ്ങൾക്കിടയിൽ തുല്യമായിട്ടുള്ള നീതിയുടെ വിതരണം നടക്കുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമായിട്ട്. പ്രിന്റു, ഞാൻ തിരിച്ചു വരാം. പ്രിന്റുവിൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക തടസ്സം സംഭവിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം, നിതീഷിൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക തടസ്സം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നിതീഷിലേക്ക് തിരികെ വരാം. പ്രിന്റു, ഇതിനിടയ്ക്ക് CP ജോൺ നേരത്തെ സൂചിപ്പിച്ചൊരു ഇരട്ടത്താപ്പുണ്ട്. ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം എന്ന നിലയിൽ കൂടി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഞാനൊരു കണക്ക് പറയാം. നേരത്തെ CP ജോൺ പറഞ്ഞ ചോദ്യമാണ്, സെൻസസിനെ കുറിച്ച് എവിടെയാണ് ചർച്ച നടക്കുന്നത്? ഈ ബഡ്ജറ്റിൽ എത്രയാണ് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്? സെൻസസിനായി 575 കോടി രൂപയാണ്. നിങ്ങൾ 2019 ബഡ്ജറ്റിൽ 8254 കോടി രൂപ മാറ്റിവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ 2025 ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 575 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെൻസസ് നടത്താൻ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അല്ല, ഒന്ന് കോവിഡാനന്തര പ്രശ്നങ്ങൾ, 2 നമുക്ക് മുമ്പിൽ വന്ന പാർലമെന്റ് ഇലക്ഷൻ. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് സെൻസസ് നീണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. 2026 സെൻസസ് പൂർത്തീകരിക്കും. അത് ഈ ജാതി സെൻസസ് അടക്കം പൂർത്തീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. കാരണം ഇച്ഛാശക്തിയുള്ള ഭരണകൂടമാണ് കേന്ദ്രം ഭരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുക, അതാണ്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു ജാതി സെൻസസ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഇവിടുത്തെ അർബൻ നക്സലുകളുടെയും. ഇപ്പം നോക്കൂ, 2011 ജാതി സാമൂഹിക സാമ്പത്തിക സർവേ മൻമോഹൻ സിംഗ് സർക്കാർ നടത്തിയിരുന്നു. ഈ സാമ്പത്തിക സർവേയാണെന്ന് നടത്തിയത്, മുഴുവൻ ജനങ്ങളെയും സർവേ എടുത്തിരുന്നു. എന്താ ഈ സർവേ റിപ്പോർട്ട് ഇതുവരെ ഇവർ പുറത്തു പറയാഞ്ഞത്? മൻമോഹൻ സിംഗ് അതിനുശേഷം തുടർഭരണം ഉണ്ടായല്ലോ, ഈ സർവേ പുറത്തു വന്നില്ല. അപ്പൊ അതിനർത്ഥം ഈ രാജ്യത്ത് BJPക്ക് അനുകൂലമായി നിൽക്കുന്ന സംഘടിതമായിട്ടുള്ള ഹിന്ദു വോട്ട് ബാങ്കിനെ തകർക്കാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമം, ആ ശ്രമത്തിന്റെ 2014 അധികാരത്തിൽ വന്ന മോദി സർക്കാരിന് പുറത്തുവിടാമായിരുന്നില്ലേ? എന്തേ മോദി സർക്കാർ പുറത്തുവിട്ടില്ല? അല്ല, ഞാൻ ശ്രദ്ധിക്കട്ടെ, അതിനകത്ത് അവർ നടത്തിയ മാനദണ്ഡങ്ങളെക്കുറിച്ച് അന്ന് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അവർ നടത്തിയത് അന്ന് ഈ സ്വത്ത് വിതരണവുമായി ബന്ധപ്പെട്ടൊക്കെ അന്ന് അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ സ്വത്തിൻ്റെ വിതരണാവകാശികളായിട്ട് അവർക്കത് പിടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ വലിയ വിവാദമായ പ്രസംഗമൊക്കെ വന്നറിയാമല്ലോ. അപ്പോൾ അവർ നടത്തിയിട്ടുള്ള യാതൊരു ശാസ്ത്രീയമില്ലാത്ത ഒരു സർവേ പുറത്തുവിടാനുള്ള ഏജൻസി അല്ലല്ലോ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ജാതി സെൻസസ് ഇവിടെ നടക്കുമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറയാൻ കാരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ നീതിയുടെ വിതരണം സുതാര്യമാകണമെങ്കിൽ അത് ഡെമോക്രസി ആയിക്കോട്ടെ, ബ്യൂറോക്രസി ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, ഇവിടെ തുല്യമായിട്ടുള്ള നീതി എല്ലാ ജനതയ്ക്കും കിട്ടണം. അത് സ്വാഭാവികമായിട്ട് ഇവിടെ കിട്ടാറില്ല. അതൊരു ഫാക്ട് കൃത്യമാണ്. അതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ജനാധിപത്യത്തിന്റെ നീതി ഉറപ്പുവരുത്താൻ BJP ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് BJP വിജയിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് തുടക്കത്തിൽ സൂചിപ്പിച്ച കണക്കുകൾ. അതിനപ്പുറത്തേക്ക് ഇപ്പൊ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നോക്കൂ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 12.1%. ഇപ്പോഴും അവർക്ക് സംവരണത്തിന്റെ അടിസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ള ഈ ടോട്ടലുള്ള ഇവിടുത്തെ എംപ്ലോയ്മെന്റ്
അൺഎംപ്ലോയ്മെന്റിന്റെ കണക്ക് ഗവൺമെന്റ് സെക്ടറിനകത്തുള്ള മാത്രമുള്ള ഗവൺമെന്റിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 13.25%. അപ്പം നമ്മുടെ ഗവൺമെന്റ് സെക്ടറിനെ മാത്രം എടുത്തുകൊണ്ട് നോക്കുന്ന സമയത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യം കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ സെക്ടർ OBC സെക്ടർ, പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിന്റെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള ആനുകൂല്യം ഈ കേരളത്തിൽ കിട്ടിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, EMSന്റെ മന്ത്രിസഭ വന്ന സമയത്ത് ഈഴവ സമുദായത്തിന് സംവരണം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന ഈഴവ സമുദായത്തിന്റെ സംവരണം പോലും മുസ്ലിം സമുദായത്തിലേക്ക് എടുത്തു കൊടുക്കുന്ന സാഹചര്യമാണ് പിന്നീട് കേരളത്തിൽ കാണുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാരം എന്ന രീതിയിൽ ജാതി സെൻസസ് നടത്താൻ കേരള സർക്കാർ തയ്യാറാകുന്നത്. തെറ്റുകൾ പറയരുത്. വസ്തുതാപരമായ തെറ്റുകൾ പറഞ്ഞാൽ അത് അതിനിടപെടാതിരിക്കാൻ പറ്റില്ല. അല്ല, തെറ്റ് പറയൂ, അങ്ങ് പറയൂ. ഞാൻ പറഞ്ഞ ഏതിനകത്താണെന്നുള്ള കാര്യം സൂചിപ്പിക്കൂ. ഇവിടെ ഉണ്ടായിട്ടുള്ള സംവരണ തത്വങ്ങൾ രൂപീകരിക്കപ്പെട്ടത് അച്യുതാമേനോൻ ഗവൺമെന്റിന്റെ കാലത്താണ്. ആ കാലത്തുണ്ടായിരുന്ന സംവരണ തത്വങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ആകെ ജനസംഖ്യയുടെ പകുതിയാണ് സംവരണത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. ഓരോ സമുദായത്തിനും 50% എന്നത് ജനറൽ കാറ്റഗറിയാണ്. ആ ജനറൽ കാറ്റഗറിയിൽ നിന്ന് 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സോക്കോൾഡ് സവർണ വിഭാഗങ്ങൾക്ക് 10% മാറ്റിവെക്കുകയാണ് EWS എന്നതിൽ കൂടി കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്. അതിനെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പിന്താങ്ങി. അത് ലീഗ് മാത്രമാണ് അതിനെ എതിർത്തത്. താങ്കൾ പറഞ്ഞതുപോലെ ഈഴവർക്ക് മാറ്റിവെച്ചതിൽ നിന്നും മുസ്ലിം സമുദായം എടുത്തുവെന്ന് വസ്തുതാപരമായി തെറ്റാണ്. കേരളത്തിന്റെ PSC റിക്രൂട്ട്മെന്റിൽ അത് തിരുത്തണം. അത് തിരുത്തി പറയാം. അങ്ങ് പറയാം. അത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്നെ ഒന്ന് പോകാൻ അനുവദിച്ചാൽ എനിക്ക് ട്രെയിനിന് പോകണം എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് എന്നെ ഒന്ന് പോകാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഭരണഘടനാ പ്രകാരം മതസംവരണം എവിടെയാണ്? അല്ല, ഞാൻ സംസാരിക്കാൻ അനുവാദം ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഞാൻ അങ്ങയിലേക്ക് വരാം. എനിക്കറിയാം അങ്ങേക്ക് പോകാൻ തിടുക്കമുണ്ടെന്ന്. പ്രിന്റു പറഞ്ഞു നിർത്താം. ഈ മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തിന് ഈ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നുണ്ടോ? OBC സംവരണം, ഈഴവർക്ക് അർഹതപ്പെട്ട OBC സംവരണമാണ് മുസ്ലിം സമുദായം അനുഭവിക്കുന്നത്. അതിന് ഏതെങ്കിലും രീതിയിൽ മുസ്ലിം സമുദായത്തിൽ തന്നെ മാപ്പിള വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇവിടെ സംവരണമുള്ളൂ. ബാക്കിയുള്ള തോറയോ ബോറയോ റാവുത്തർ വിഭാഗത്തിൽപ്പെട്ട ആർക്കും തന്നെ സംവരണമില്ല. ഇപ്പോൾ നടക്കുന്നത് കേരളത്തിൽ സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട് മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട് ഈഴവ സമുദായത്തിന്റെ സംവരണം മുസ്ലിം സമുദായം അനുഭവിക്കുകയാണ്. 1960 അതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ അഭിപ്രായമാണ്. അപ്പോ ഇനിയിപ്പോ ജാതി സെൻസസ് എന്ന് പറഞ്ഞിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് പോലെയാണ്. അല്ല കേട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. PSCയുടെ റൊട്ടേഷൻ ചാർട്ട് ഏതാണ്ട് 50 വർഷമായിട്ട് മാറിയിട്ടില്ല. അതോടെ നിൽക്കട്ടെ. എന്തായാലും ശരി, അദ്ദേഹം പറയുന്നതോടുകൂടി ഒരു കാര്യം കുറച്ച് വ്യക്തമാവുന്നുണ്ട്. ഇവിടെ ജാതിയും മതത്തെയും അദ്ദേഹം കൂട്ടിക്കുഴയ്ക്കുകയാണ്. അതായത് കേരളത്തിന്റെ PSC റൊട്ടേഷൻ അല്ലെങ്കിൽ അന്നത്തെ 10-50 വർഷക്കാലം മുമ്പ് അച്യുതമേനോൻ ഗവൺമെന്റിന്റെ കാലത്ത് സ്ഥാപിക്കുകയും മറ്റെല്ലാ ഗവൺമെന്റുകളും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ആ സംവരണ തത്വത്തിൽ പിന്നോക്കാവസ്ഥയാണ് പരിശോധിച്ചിട്ടുള്ളത്. ആ പിന്നോക്കാവസ്ഥയുള്ളത് ജാതിയാണോ മതമാണോ എന്ന് നോക്കിയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കൺവെർട്ടഡ് ക്രിസ്ത്യൻസിന് വരെ ഇവിടെ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ SIUC എന്ന വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് CSIയിലെ തന്നെ SIUC എന്ന് പറയുന്ന ആ വിഭാഗത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തിലെ നാടാർ സമുദായമാണെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ വിശ്വകർമ്മ വിഭാഗത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്, ധീവരർക്ക് മാറ്റിവെച്ചിട്ടുണ്ട്, എല്ലാ ഉപവിഭാഗങ്ങൾക്കും മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തിൽ VP സിംഗ് കൊണ്ടുവന്ന ആ സംവരണത്തിൽ പോലും ഇതുപോലെ ഉപവിഭാഗങ്ങൾക്കുള്ള OBC സംവരണമില്ല എന്നത് ആ സംവരണത്തിന്റെ കുറവും ഇവിടെ കേരളത്തിൽ എല്ലാ ഉപവിഭാഗങ്ങൾക്കും മാറ്റിവെച്ചിട്ടുണ്ട് എന്നത് അതിന്റെ നേട്ടവുമാണ്. ഒരു ഉദാഹരണം പറഞ്ഞ ലാറ്റിൻ ക്രിസ്ത്യൻസിനേ ഉള്ളൂ. കാത്തലിക്സ് ആണ് അവര് പോപ്പിനെ അംഗീകരിക്കുന്ന കാത്തലിക്സ് ആണ്.
അതിൽ സിറിയൻ ക്രിസ്ത്യൻസിനില്ല, ലാറ്റിൻ കാത്തലിക്സിനുണ്ട് എന്ന് പറയുമ്പോൾ ആ ലാറ്റിൻ കാത്തലിക് വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിൽക്കുന്ന ലാറ്റിൻ കാത്തലിക് വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ജാതിയെയും മതത്തെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന ജാതി സെൻസസും ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തിൽ നിന്ന് രണ്ടാമത്തിലേക്ക് വന്നപ്പോൾ കൂടുതൽ ഇതിനെ എന്താ പറയുക, കൂടുതൽ മോശമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദൗർഭാഗ്യകരമാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ഇന്ത്യയിലെ മുസൽമാന്മാരെ കുറിച്ച് മാത്രമാണ് പഠനം ഉദ്ദേശിച്ചിരുന്നത്. തീർച്ചയായിട്ടും അതാണ് ഉദ്ദേശിച്ചത്. അവിടെ നമ്മൾ കണ്ടു ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും, കുറച്ച് പേരൊക്കെ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇങ്ങനെ ഷോക്കേസബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ, അത് ഹിന്ദു OBCയിലും സമ്പന്നരായ കുറച്ച് ആൾക്കാർ കാണും. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെല്ലാം സമ്പന്നരാണ് എന്ന് പറയുന്ന പോലെയല്ല. പഠനം വന്നപ്പോൾ എന്താണ് മനസ്സിലായത്? പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ, UPയിലെല്ലാം മുസ്ലിം ജനസാമാന്യത്തിൽ പല പോക്കറ്റുകളിലും ചെന്നപ്പോൾ അവിടുത്തെ SC വിഭാഗങ്ങളെക്കാൾ അവർ സാമ്പത്തികമായി സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താവണം? ഇപ്പം നമ്മൾ തർക്കിച്ച് ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല. നമ്മുടെ ലക്ഷ്യം പിന്നോക്കാവസ്ഥയെ മറികടക്കണം. ആ മറികടക്കുമ്പോൾ SC ST, ഇപ്പം STയിൽ തന്നെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ക്രിസ്ത്യൻ കൺവേർട്ടുകളാണ് കൂടുതൽ. അവർക്ക് സംവരണം തുടരുന്നുണ്ട്. നമ്മുടെ ആസാമിൻ്റെ കിഴക്കുള്ള പ്രദേശങ്ങളിൽ അവർ മഹാഭൂരിപക്ഷം ക്രിസ്ത്യൻസാണ്. ആ ക്രിസ്ത്യൻസിൻ്റെ സംവരണം, ST സംവരണം തുടരുന്നുണ്ട്. അതിൽ BJPക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മളിതിനെ ജാതി മതം എന്ന രീതിയിൽ തിരിക്കുന്നതിന് പകരം പിന്നോക്കാവസ്ഥ, മുന്നോക്കാവസ്ഥ, കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ, ക്രിസ്തുമത വിശ്വാസികളിൽ മുന്നോക്ക ക്രിസ്ത്യാനിയൊന്നും ഇല്ലെങ്കിലും ജാതീയമായി അവരുടെ പിന്നോക്കാവസ്ഥയെ പരിശോധിച്ചപ്പോൾ 931 സെൻസസ് അനുസരിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായി മുന്നോക്കാവസ്ഥയുണ്ടായിരുന്നത് കൊണ്ടാണ് അവർ OBC വിഭാഗത്തിൽ പെടാതിരുന്നത്. ബാക്കി ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെല്ലാം, മിക്കവാറും ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെല്ലാം ഒന്നുകിൽ SC ആണ്, അല്ലെങ്കിൽ OBC ആണ്, അല്ലെങ്കിൽ ST ആണ്. കേരളത്തിൽ മാത്രമാണ്, നമ്മുടെ മധ്യ കേരളത്തിൽ കോട്ടയം മുതൽ, അല്ലെങ്കിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ പോലുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഒരു ചെറിയ ഇന്ത്യയിലെ ക്രിസ്തുമത വിശ്വാസികളിലെ ഒരു ചെറു ന്യൂനപക്ഷമാണ് അവർ. അപ്പോൾ അവർക്ക് മുന്നോക്കാവസ്ഥയുള്ളതുകൊണ്ട് അവരെ അതൊന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നമ്മൾ ഗൗരവമായിട്ട് പോകുമ്പോൾ പരിഹരിക്കപ്പെടേണ്ടത് പിന്നോക്കാവസ്ഥയാണ്, റെപ്രസെന്റേഷൻ ഇല്ലായ്മയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കണക്കുകൂട്ടലോ എന്നാണ് ചോദ്യം. അതിഥികളുടെ മുഖപ്പം നിതീഷ് നാരായണൻ, SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും പ്രിന്റു മഹാദേവ് BJP പ്രതിനിധിയും തുടരുന്നു. പ്രിന്റു മഹാദേവിലേക്ക് എത്തി. നേരത്തെ പ്രിന്റു പറഞ്ഞല്ലോ, ഈഴവർക്ക് കിട്ടേണ്ട സംവരണം കൂടി മുസ്ലിങ്ങൾക്ക് മതാടിസ്ഥാനത്തിൽ അനുവദിച്ചു കൊടുത്ത നീതികേട് മാറണമെന്ന് പറഞ്ഞു. ഞാനൊരു കണക്ക് പറയാം. അത് K രാധാകൃഷ്ണൻ നിയമസഭയിൽ ഉബൈദുള്ള MLA ചോദ്യത്തിന് മറുപടിയായി നിയമസഭയിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു കണക്കാണ്. ആ കണക്ക് പ്രകാരം നോക്കൂ, മൊത്തം സർക്കാർ ജീവനക്കാരിൽ 13.51% ഉദ്യോഗസ്ഥ പദവികളാണ് മുസ്ലിം വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത്. നോക്കൂ, അവർ പോപ്പുലേഷൻ്റെ 26.56% കേരളത്തിൽ മുസ്ലിം വിഭാഗം. അവർക്കുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് നേരെ പകുതിയാണ്, 13.51%. ഇതെവിടെയാണ് അവർ അനർഹമായിട്ട് ഈ സംവരണം കൊണ്ടുപോയത്? നമ്പർ 1. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഈഴവരുടെ ഒരു കണക്ക് ഞാൻ പറയാം. ഈഴവരുടെ കണക്ക് പ്രകാരം ജനസംഖ്യയുടെ 22% ഈഴവർക്ക് മൊത്തം സർക്കാരിൻ്റെ ഉദ്യോഗ പദവികളിൽ 21.09% പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്. ഇത് എയ്ഡഡ് കോളേജുകളുടേതടക്കമുള്ള പദവികൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. മുസ്ലിം വിഭാഗത്തിൻ്റെതും അവരവരുടേതായിട്ടുള്ള എയ്ഡഡ് കോളേജുകളുടെ പദവികൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ളതാണ്. നോക്കൂ, അപ്പോൾ ഇവിടെ അനീതി നടന്നിട്ടുണ്ട് എന്നുള്ളത് കേവലം RSSൻ്റെ ഒരു ഹിന്ദുത്വ പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണ് താങ്കൾ ഇപ്പോൾ അവതരിപ്പിക്കുന്ന തിയറി. അത് കണക്കുമായി ഒരു പുലബന്ധവുമില്ല. പ്രിന്റു മഹാദേവ്. അല്ല, ഞാൻ ഒരിക്കലും അത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സ്പർദ്ധയ്ക്കോ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ളൊരു ഫാക്ടറാണ്. അങ്ങ് പറഞ്ഞതുപോലെ 5.2% സംവരണം എന്ന് പറയുന്ന സംവരണ അടിസ്ഥാനത്തിൽ കൊടുത്തതാണല്ലോ. സ്വാഭാവികമായിട്ട് ഇത് ബാക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് 1960കളിലും 70കളിലും 80കളിലും 90കളിലും 2000ത്തിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വിദ്യാഭ്യാസപരമായി പുരോഗതി നേടാത്തത് കൊണ്ട് അവർക്ക് അർഹമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയിയിലേക്ക് അവർ വരാത്തതിന് ഈഴവ സമുദായം എന്ത് തെറ്റാണ് ചെയ്തത്? ആ സമുദായത്തിൻ്റെ ഈ ആനുകൂല്യങ്ങളെ അറ്റ് പ്രസന്റ് എടുത്തു കൊടുക്കുന്ന സംവിധാനത്തെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.
റൊട്ടേഷൻ പ്രകാരം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. റൊട്ടേഷൻ പ്രകാരം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈഴവ റൊട്ടേഷനിൽ ഇല്ലില്ല. ഞാനൊരു സർക്കാർ സർവീസിൽ നിന്ന് വന്ന ആളല്ലേ. ഈഴവ റൊട്ടേഷനിലാണ് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ ഈഴവ റൊട്ടേഷൻ തന്നെ ഫില്ല് ചെയ്യണം. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അല്ല സാർ, ഞാനൊരു കാര്യം, ഒരു ബാക്ക്ലോഗിൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാനൊരു സിമ്പിൾ ഉദാഹരണം അങ്ങയോട് പറയാം. ഇപ്പോൾ ഞാൻ അങ്ങയോട് ജാതി പറയാം. ഞാൻ ഒരു മലബാറിലെ തീയ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ വൈഫ് HSA മലയാളത്തിനകത്ത്, എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം അങ്ങയോട് പറയാമല്ലോ, HSA മലയാളത്തിനകത്ത് റാങ്ക് ലിസ്റ്റിനകത്ത് 76 ആയിരുന്നു വന്നത്. സ്വാഭാവികമായിട്ട് 13 അല്ലെങ്കിൽ 100-നകത്ത് 13 റിസർവേഷൻ കിട്ടുന്നതാണ്. അതേസമയത്ത് ആ ലിസ്റ്റിനകത്തുള്ള 156 പേരിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും കിട്ടിയില്ല സാർ. അതേസമയത്ത് തന്നെ സപ്ലി ലിസ്റ്റിനകത്തുള്ള മുസ്ലിം 17 അവിടെ ചെയ്തു, അക്കൗണ്ടന്റ് ജോലി കൊടുത്തു. ആ അനീതിയാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അയ്യോ, അത് നേരത്തെയുള്ള റൊട്ടേഷന്റെ ഭാഗമായിട്ട് വരുന്ന തുടർച്ചയല്ലേ? അത് അതേ കാറ്റഗറിയിൽ അവിടെ ഫില്ല് ചെയ്യാതെ കിടന്നതല്ലേ? അത് അവർക്കല്ലേ കിട്ടിയ സ്വാഭാവികമായിട്ടും. അല്ല, ഞാൻ പറയുന്നത് അതിന് മുമ്പ് അവിടെ ഈഴവ റൊട്ടേഷനിൽ ബാക്ക്ലോഗ് ഇല്ലാതെ പോയത് എങ്ങനെയാ മുസ്ലിം വിഭാഗത്തിന്റെ ഒരു പ്രശ്നമായി തീരുക? അല്ല, അതെങ്ങനെ ഇപ്പോഴത്തെ പുതിയ ലിസ്റ്റിനകത്തുള്ള ഈഴവ സമുദായത്തിന്റെ സംവരണം എടുത്ത് കൊടുക്കുന്നത് എന്തിനാ? അല്ലല്ല, നമുക്ക് ഒരു പുതിയ ലിസ്റ്റ്, ഇതൊരു തുടർച്ചയല്ലേ? ഒരു സർക്കാർ സർവീസിലെ ഉദ്യോഗസ്ഥ നിയമനം ഒരു തുടർച്ചയാണ്. അപ്പൊ ഈ വർഷത്തെ സർവീസ് എടുത്തിട്ട് നമ്മൾ 76ാമതുള്ള ഒരാൾക്ക് 13ാമത് കിട്ടാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ആ റൊട്ടേഷൻ സ്ലോട്ട് എടുക്കുന്നത് 100 സീറ്റുകൾ എന്ന മട്ടിലല്ലേ എടുക്കുക? ആ 100 സീറ്റുകൾ എന്ന മട്ടിലെടുക്കുമ്പോഴല്ലേ ഇത് സംഭവിക്കുക? 20 സീറ്റുകളുടെ ഒരു യൂണിറ്റ് എടുത്താൽ 20 സീറ്റുകളുടെ ഒരു യൂണിറ്റ് എടുത്താൽ അത് സംഭവിക്കുന്ന റൊട്ടേഷനാണ് വരിക. നമുക്ക് അതിലേക്ക് പോയി ചർച്ച സാങ്കേതികമാക്കേണ്ടതില്ല. ഞാൻ അങ്ങ് സൂചിപ്പിച്ച കണക്കുകൾ ഇവിടെ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് അനർഹമായിട്ടുണ്ടായിട്ടില്ല എന്ന് പറയാനാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. അവർക്ക് ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട 26% പകുതി മാത്രമാണ് പ്രാതിനിധ്യമുള്ളത്. ഈഴവ സമുദായത്തെ സംബന്ധിച്ച് 22%-ഓളമുള്ളവരുടെ പോപ്പുലേഷനിൽ 21.05% പ്രാതിനിധ്യമുണ്ടെന്ന് സർക്കാർ കണക്ക് തന്നെ, രേഖകൾ തന്നെ പറയുന്നു. ഞാൻ ആ കണക്കെ പറഞ്ഞുള്ളൂ. നമുക്ക് തൽക്കാലം അത് അവിടെ വിടാം. തിരിച്ച് നമ്മൾ ചർച്ചയിലേക്ക് എത്തിയാൽ ഇത് ബീഹാർ തിരഞ്ഞെടുപ്പിനെ മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം വിശദമായി. കാരണം ഞാൻ അതിലേക്ക് നമ്മളുടെ വിഷയം പൊതുവായിട്ടുള്ള ജാതി സെൻസസ് ആയതുകൊണ്ട് കേരളത്തിലെ ജാതി സെൻസസ് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാൻ പ്രിന്റു. അത് ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിയ സ്ഥിതിക്ക് ഇതൊക്കെ പരിശോധിക്കപ്പെടട്ടെ. മതാടിസ്ഥാനത്തിലുള്ള സംവരണം എങ്ങനെയാണ് വരുന്നത്? അത് നിലവിലുള്ള കാസ്റ്റ് സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ നിലനിൽക്കുമോ? ഈ ചർച്ചകളൊക്കെ പുറത്തു വരട്ടെ. പ്രിന്റു, എൻ്റെ ചോദ്യം ഇതാണ്. ഇത് നിലവിൽ ഈ ജാതി സെൻസസുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ അത് എന്തുകൊണ്ടാണ് ഈ സമയം നിങ്ങൾ തിരഞ്ഞെടുത്തത്? അതിനൊരു വിശദീകരണം ഇതുവരെയും കിട്ടിയിട്ടില്ല പ്രിന്റു. അല്ല, അങ്ങനെയല്ലല്ലോ സാർ. അങ്ങനെ പഹൽഗാമുമായിട്ട് ജാതി സെൻസസിനെ നിങ്ങൾ ബന്ധിപ്പിക്കേണ്ടതില്ല. ഈ രാജ്യത്ത് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായി സെൻസസ് നടക്കാൻ പോകുന്നു. ആ സെൻസസിനൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ ഒരു പൊതു ആവശ്യം എന്ന രീതിയിൽ ഒരു ജാതി സെൻസസ് നടക്കുന്നു. അതിനപ്പുറത്തേക്ക് അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ജാതി തിരിവിനെയും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് ഒന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. താങ്ക് യു പ്രിന്റു. Debate with Dr. Arun Kumar.